സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി ജനസഭ. ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെ അധിക്ഷേപിക്കരുതെന്നും ആശമാരെ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്നും എഴുത്തുകാരൻ കെ സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. സർക്കാർ സമരക്കാരെ പരിഹസിക്കുന്നുവെന്ന് സമരവേദിയിലെത്തിയ നടൻ ജോയ് മാത്യു പറഞ്ഞു. 45 ദിവസമായി തുടരുന്ന ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന, ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന, തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെന്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിന് പിന്നിൽ. ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങൾ ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിപദത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ്. ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരുത്വത്തിന്റെ പേരാണ് പരിഹാസം. മേഘ്ന മുരളി വിശദാംശങ്ങളുമായി. മേഘ്ന, കൂടുതൽ സാംസ്കാരിക നായകർ സമരത്തിന് പിന്തുണയുമായി രംഗത്തേക്ക് എത്തുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാസമരത്തിന്റെ 45-ാം ദിവസമാണ്. നിരാഹാരം ആരംഭിച്ചിട്ട് 7 ദിവസം കഴിയുന്നു. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ല. സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ പിന്തുണ സമരവേദിയിലേക്ക് എത്തുന്നത്. ഇന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനസംഘ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സമരവേദി സജീവമാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള സാഹിത്യ, സാംസ്കാരിക, കലാരംഗത്തെ പ്രമുഖർ ഇന്ന് ഈ ജനസഭയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. അതിൽ പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ അടക്കമുള്ള, നടനും സംവിധായകനും ആയിട്ടുള്ള ജോയ് മാത്യു അടക്കമുള്ളവർ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചെത്തി. അവിടെ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് എല്ലാ മേഖലയിലുള്ള ആളുകളും, ഇവിടെ ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്ന എല്ലാവരും പറയുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും സച്ചിദാനന്ദൻ അടക്കം സർക്കാരിനെതിരെ വലിയ തരത്തിൽ വിമർശനവുമായി, അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് ആശമാരെ പരിഹസിക്കുന്നത് തെറ്റാണ്. അത് കേന്ദ്രത്തിൽ BJP സർക്കാർ ചെയ്യുന്നത് പോലെ, NDA സർക്കാർ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് സച്ചിദാനന്ദൻ ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ അവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടണം. അത് ഏത് തരത്തിലാണെങ്കിലും സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം കൃത്യമായും ആശമാരോട് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് സർക്കാർ നീങ്ങണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും സച്ചിദാനന്ദൻ പറയുന്നത്. കൂടാതെ തന്നെ അതിൽ ഈ ഒരു നയം, അല്ലെങ്കിൽ ഈ സ്ത്രീകളോട് സർക്കാർ ചെയ്യുന്ന ഒരു നയം, അത് ഒരിക്കലും എവിടെയും ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി സച്ചിദാനന്ദൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതേ രീതിയിലുള്ള വിമർശനം തന്നെയാണ് നടനും സംവിധായകനുമായിട്ടുള്ള ജോയ് മാത്യുവും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജോയ് മാത്യു ഇപ്പോഴും സമരവേദിയിൽ തുടരുകയാണ്. ജോയ് മാത്യു പറയുന്നതും ഇത് അപഹസിക്കുന്ന രീതിയാണ്. അതെ, കൂടുതൽ സാംസ്കാരിക നായകർ ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി എത്തുന്നു. അതിൽ സച്ചിദാനന്ദൻ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെ അധിക്ഷേപിക്കരുത്, ആശമാരെ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കാം. ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ്. അത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണെന്ന് അറിയാത്ത ആരും ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഓണറേറിയം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാകുന്നത് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ ആ ഓണറേറിയം നിശ്ചയിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൽ ആശാവർക്കർമാരുടെ സേവനം വളരെ മഹത്താണ്, വലുതാണ്. പലപ്പോഴും സമയനിഷ്ഠമല്ലാതെ പോലും സേവനം ചെയ്യുന്ന തൊഴിലാളികളാണ് ആശാവർക്കർമാർ.